ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്ക് 4 മണിക്ക് പലഹാരമായിട്ടോ അല്ലെങ്കിൽ നോമ്പിനോ പാർട്ടിക്കൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 3 പുഴുങ്ങിയ മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് എന്നിട്ടൊരു ഗ്രേറ്റർ വെച്ചിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ 3 മുട്ടയും നമ്മൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡും എല്ലാതും കൂടി മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവോള, ഒരു കാപ്സിക്കത്തിന്റെ പകുതി, ഒരു ചെറിയ തക്കാളി, കുറച്ച് ക്യാരറ്റ്, ഇതെല്ലാം കൂടി ചെറുതായി അരിഞ്ഞതും, പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ മുളക് ചതച്ചത്, 1/2 ടീസ്പൂൺ ജീരകത്തിന്റെ പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 2 പിഞ്ച് ഒറിഗാനോ, ആവശ്യത്തിന് ഉപ്പ്, 2 പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് മല്ലിയില, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ഇതെല്ലാം കൂടി കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇത് നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിരിക്കുന്നത്. ഇപ്പോൾ അതാ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ചെറിയ ചെറിയ ബോളാക്കിയിട്ട് ഉരുട്ടിയെടുക്കണം. എല്ലാ മാവും വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കോട്ടിങ് വേണം. അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ മൈദ, കുറച്ച് ഉപ്പ്, കുറച്ച് റെഡ് ചില്ലി ക്രഷ് ചെയ്തതും കൂടി എടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് കലക്കിയെടുക്കണം. മാവ് കുറച്ച് ലൂസായിട്ട് വേണം നമുക്ക് കലക്കിയെടുക്കാൻ, അധികം കട്ടി ഉണ്ടാവാൻ പാടില്ല. പിന്നെ നമ്മൾ ഈ സ്നാക്സ് ഉണ്ടാക്കുന്നത് പുഴുങ്ങിയ മുട്ട വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് പിന്നെയും കോട്ടിങ്ങിന് വേണ്ടിയിട്ട് മുട്ട നമ്മൾ ചേർക്കാത്തത്. ഇനി ഈ ഓരോ ബോളും ഈ ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. അങ്ങനെ ഈ എല്ലാ ബോളും നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ നമ്മൾ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ ബോളും ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു സൈഡ് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കൊന്ന് മറിച്ചു ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഇതാ നമ്മൾ എല്ലാ ബോളും ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് ഇതിങ്ങനെ ഒന്ന് ഇളക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. കാരണം നമ്മൾ ബ്രെഡ് ക്രംസിലാണ് ഇത് റോൾ ചെയ്തിട്ടുള്ളത്. അധിക സമയം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് ഒക്കെ ആയാൽ മതി. അപ്പോഴേക്കും തന്നെ നമുക്കിത് ഫ്രൈ ചെയ്ത് കിട്ടും. ഇപ്പോൾ 2 സൈഡും ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അതുപോലെ ബാക്കിയുള്ള എല്ലാ ബോൾസും ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതാ നല്ല ടേസ്റ്റുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.